UPSC പ്രിപ്പറേഷന് തുടക്കത്തിൽ ഏതൊരു ആസ്പിരൻറ്റും ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് എന്ത് റെഫറൻസ് മെറ്റീരിയൽ ഓരോ സബ്ജക്റ്റിനും യൂസ് ചെയ്യണം എന്നുള്ളത്. ഹായ്, എൻ്റെ പേര് നന്ദഗോപൻ, ഫാക്കൽറ്റി ഫോർ ജോഗ്രഫി അറ്റ് ഫോർച്യൂൺ IAS അക്കാഡമി. പല ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾക്കും ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെ ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു ഫാക്ടർ പലപ്പോഴും വരാറില്ല. നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് ഇല്ലാത്തൊരു വ്യക്തിക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വേണം ബുക്കുകൾ എപ്പോഴും എഴുതേണ്ടത്. ഫോർച്യൂണിൻ്റെ മെറ്റീരിയൽസ് എഴുതിയ സമയങ്ങളിൽ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു ഫാക്ടറും ഇത് തന്നെയാണ്. ഈസ് ഇറ്റ് ആക്ച്വലി സിമ്പിൾ ഫോർ ആൻ ആസ്പിരൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്? ഹായ്, ഞാൻ അഭിരാമി, ഫോർച്യൂൺ IAS അക്കാഡമിയിലെ PCM ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ UPSC ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആസ് എ ബിഗിനർ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരുപാട് ഡൗട്ട്സിലൊന്ന്, ഒരു മേജർ ഡൗട്ട് എന്ന് പറയുന്നത് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള UPSC സിലബസ് എങ്ങനെ പഠിച്ചു തീരും, ഏത് സബ്ജക്റ്റിന് ഏത് ബുക്ക് റെഫർ ചെയ്യും എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ക്ലാസ് റൂമിൽ ഞങ്ങൾക്ക് തന്നെ പ്രൊവൈഡ് ചെയ്ത ഒരു സെറ്റ് ഓഫ് വൈറ്റ് ബുക്സ് ഉണ്ടായിരുന്നു. അതെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ എല്ലാ ടോപ്പിക്സിനെയും ഇവർ വളരെ കൺസൈസ് ആയിട്ട് നമുക്ക് ഈസിലി റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ ടേബിൾസും ഫ്ലോ ചാർട്ടും പിക്ചേഴ്സും ഒക്കെ തന്നിട്ട് വളരെ കളർഫുൾ ആണ്, ഒട്ടും മടുപ്പ് തോന്നില്ല. UPSC പ്രിപ്പറേഷന് തുടക്കത്തിൽ ഏതൊരു ആസ്പിരൻറ്റും ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് എന്ത് റെഫറൻസ് മെറ്റീരിയൽ ഓരോ സബ്ജക്റ്റിനും യൂസ് ചെയ്യണം എന്നുള്ളത്. ഒരു ഐഡിയൽ റെഫറൻസ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ആ മെറ്റീരിയൽ UPSCയുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. ഒരു ഉദാഹരണം എനിക്കിവിടെ പറയാൻ പറ്റുന്നത്, കഴിഞ്ഞ വർഷം ജോഗ്രഫി എന്നുള്ള സബ്ജക്റ്റിൽ മാത്രം ക്ലൈമറ്റോളജി എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഏകദേശം 5ഓളം ചോദ്യങ്ങൾ വന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ക്ലൈമറ്റോളജി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജോഗ്രഫി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ സിലബസ് മാത്രം കവർ ചെയ്തിട്ട് കാര്യമില്ല. ആ പറയുന്ന മെറ്റീരിയൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നല്ല രീതിയിൽ കവർ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ കൂടിയായിരിക്കണം. സോ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് സെലക്ടിങ് എ ഗുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അഡ്രസ്സിങ് ദ ഡിമാൻഡ് ഫോർ ദ എക്സാമിനേഷൻ. അപ്പോൾ അതെങ്ങനെ കവർ ചെയ്യും? സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് അവിടുത്തെ ഒരു ഗൈഡിങ് പ്രിൻസിപ്പൽ. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഫോർച്യൂണിൻ്റെ മെറ്റീരിയൽ ഡിവൈസ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ മെറ്റീരിയൽ വ്യക്തമായിട്ട് ഏതൊക്കെ ടോപ്പിക്കിന് റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 2024 ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇപ്പോൾ ജോഗ്രഫിയുടെ കേസിൽ ഏകദേശം 80% ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് നമ്മുടെ ഫോർച്യൂണിൻ്റെ മെറ്റീരിയലിൽ നിന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഹിസ്റ്ററി പോലുള്ള സബ്ജക്ട്സ്, ഹിസ്റ്ററി പോലെ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാൻ നമുക്ക് ഓൾറെഡി മടിയാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കഥകൾ പറഞ്ഞു പോകുന്ന ബുക്കുകളാണെങ്കിൽ അതിനകത്ത് അധികം വായിച്ചിരിക്കാൻ നമുക്ക് എന്തായാലും സമയമില്ല. അപ്പോൾ ഫോർച്യൂൺ ബുക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥകളൊക്കെ വളരെ കൺസൈസ് ആക്കി പോയിന്റ് ഫോർമാറ്റിലും ടേബിളിലും അങ്ങനെയൊക്കെ തന്നിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ബുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ബുക്ക് നമ്മൾ റെഫറൻസ് മെറ്റീരിയൽ UPSCക്ക് എടുക്കുമ്പോൾ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. പല ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾക്കും ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെ ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു ഫാക്ടർ പലപ്പോഴും വരാറില്ല. നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് ഇല്ലാത്തൊരു വ്യക്തിക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വേണം ബുക്കുകൾ എപ്പോഴും എഴുതേണ്ടത്. ഫോർച്യൂണിൻ്റെ മെറ്റീരിയൽസ് എഴുതിയ സമയങ്ങളിൽ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു ഫാക്ടറും ഇത് തന്നെയാണ്. ഈസ് ഇറ്റ് ആക്ച്വലി സിമ്പിൾ ഫോർ ആൻ ആസ്പിരൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി, ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വളരെ എസെൻഷ്യൽ ആണ്. ഫോർച്യൂണിൻ്റെ മെറ്റീരിയൽ ഇത്തിരി കൂടെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു ആസ്പിരൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫോർച്യൂണിൻ്റെ ക്ലാസ്സസുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽ എഴുതിയേക്കുന്നത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഈ പറഞ്ഞ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ആ ക്ലാസ്സുകളുമായിട്ട് ഒരു കണക്ഷൻ തോന്നുന്ന രീതിയിലായിരിക്കത്തില്ല അവർ വായിക്കുന്ന റെഫറൻസ് ബുക്കുകളുടെ കണ്ടന്റ് എന്ന് പറയും. രണ്ടും തമ്മിൽ ഒരു സിങ്ക്രണൈസേഷൻ അവിടെ കാണണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു ഫീച്ചർ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. UPSCക്കാർക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക എന്നുള്ളത് എത്ര ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണെന്ന്. ഇപ്പം ഇവിടെ ഫോർച്യൂൺ ബുക്സിൽ എല്ലാ ഓരോ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 2 to 3 പേജസ് ഇവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്ക് വായിക്കുന്നു, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് തന്നെ റെഫർ ചെയ്യുന്നു. സോ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നി. ഈ വൈറ്റ് ബുക്കിൻ്റെ യൂസ് ശരിക്കും എനിക്ക് മനസ്സിലായത് ലാസ്റ്റ് ഇയർ പ്രിലിംസ് കൊടുത്തതിന് ശേഷമാണ്.
കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ പഠിച്ച ബുക്കിൽ നിന്ന് ഈ ഒരു റിസോഴ്സസ് തന്നെ കിട്ടുമ്പോൾ വളരെ സന്തോഷം തോന്നി. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സബ്ജക്ട് ഫിസിക്കൽ ജോഗ്രഫിയാണ്. അതൊന്നും ഒരുപാട് ചോദ്യങ്ങൾ ഡയറക്റ്റ്ലി ക്രാക്കബിൾ ആയിരുന്നു. അപ്പം അങ്ങനെ തോന്നിയപ്പോൾ ഒരു റിസോഴ്സിൽ നിന്ന് തന്നെ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് റീപ്പ് ചെയ്യാൻ കഴിയുന്നത്. UPSC റെഫറൻസ് മെറ്റീരിയലിന് ആവശ്യമുള്ള മൂന്നാമത്തെയും എന്നാൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈസ് ഓഫ് റിവിഷൻ ആണ്. പലപ്പോഴും ആൾക്കാർ മറന്നു പോകുന്ന ഒരു ഫാക്ടർ ഇതാണ്. ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വെച്ച് മാത്രം നമുക്ക് ഒരു UPSC പ്രിപ്പറേഷൻ മെറ്റീരിയൽ എടുക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് റിയാലിറ്റി. പലപ്പോഴും എടുക്കുന്ന മെറ്റീരിയൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം എനിക്കിവിടെ തരാൻ പറ്റുന്നത്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി എന്നുള്ള ടോപ്പിക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1-ൽ നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് മെയിൻസ് എക്സാമിനേഷന്. ചില ആൾക്കാർ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള രാമചന്ദ്ര ഗുഹ എന്നുള്ള ഓതർ എഴുതിയേക്കുന്ന ഒരു ബുക്ക് വായിക്കാറുണ്ട് ഇതിനായിട്ട്. പക്ഷേ ഈ ബുക്ക് വളരെ ബൾക്കി ആയിട്ടുള്ളൊരു ബുക്കാണ്. മെജോറിറ്റി ആസ്പിരൻസിനും അത് ഒരു തവണയ്ക്ക് അപ്പുറത്തോട്ട് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ബുക്ക് ഒരു നല്ലൊരു ബുക്ക് മാത്രമാണോ, അതിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി മാത്രമല്ല അവിടുത്തെ ഒരു ഫാക്ടറായിട്ട് വരുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. വളരെ ബൾക്കി ആയിട്ടുള്ള ബുക്കുകളും വളരെ ചെറിയ ബുക്കുകളും UPSC പ്രിപ്പറേഷൻ ചിലപ്പം അത്ര യോജിക്കുന്ന ഒരു ബുക്കായിരിക്കണം നിർബന്ധമില്ല. ഒരു ഐഡിയൽ സിവിൽ സർവീസ് മെറ്റീരിയലിന് ആവശ്യമുള്ള ഈ 3 ഘടകങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ് ഫോർച്യൂണിൻ്റെ സക്സസ് സീരീസ് എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ഈ മെറ്റീരിയൽസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് UPSCയുടെ ഡിമാൻഡ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, കൺസെപ്ച്വൽ ക്ലാരിറ്റി മനസ്സിൽ വെച്ചിട്ടുണ്ട്, റിവിഷൻ പാർട്ടും ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ആ മെറ്റീരിയൽ ഫാക്കൽറ്റീസിൻ്റെ ഹെൽപ്പോടെ തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു ആസ്പിരൻറ്റിൻ്റെ പ്രിപ്പറേഷൻ ആവശ്യമുള്ള എല്ലാ ആസ്പെക്ട്സും ഈ പറഞ്ഞ ബുക്കിൽ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനെ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഈ ഒരു കാര്യത്തിൽ എനിക്കില്ല. പിന്നെ പറയേണ്ടത് ഫാക്കൽറ്റീസിന്റെ കാര്യമാണ്. കാരണം ഫാക്കൽറ്റീസ് ആണല്ലോ ഈ ബുക്ക് ഡിസൈൻ ചെയ്യുന്നത്. അവരുടെ ക്ലാസ്സും ഈ ബുക്കിലുള്ള കണ്ടന്റ്സും ഒരുപാട് ഓവർലാപ്പിംഗ് ആയിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. നമ്മൾ ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യം തന്നെയാണ് പിന്നെ വന്ന് വായിക്കുന്നത്. അപ്പോൾ കുറച്ച് ഈസി ആയിട്ട് റിവൈസ് ചെയ്യാനും കൂടെ പറ്റുന്ന മെറ്റീരിയൽ ആയിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുക്ക് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോർച്യൂണിനും ഫാക്കൽറ്റീസിനും ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. താങ്ക് യു ഫോർ ദിസ്.